നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിൽ മിക്ക ആളുകളും പല തീരുമാനങ്ങളും എടുക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ്. അല്ലെ? ഉദാഹരണത്തിന് നമ്മുടെ ഫ്രണ്ട് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ വാങ്ങിയാല് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു ബൈക്ക് വാങ്ങിയാല് നമുക്കും അതേപോലെ ഒന്ന് വാങ്ങാൻ തോന്നും. അവനത് EMI ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ നമുക്കും ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താനുള്ള ത്വര ഉണ്ടാകും. അയൽവാസി ഗംഭീരമായ ഒരു വീട് വെച്ചാൽ നമുക്കും അതിനോട് കിടപിടിക്കുന്ന ഒന്ന് വേണ്ടേ എന്ന തോന്നലുണ്ടാകും. അയൽവാസി ഒരു ലക്ഷറി കാർ എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിലൂടെ നമ്മൾ ഈ ലോക്കൽ കാറുമായിട്ട് പോയാൽ മോശമല്ലേ എന്നൊരു തോന്നൽ. പറഞ്ഞതിന്റെ ഉദ്ദേശം നല്ല മൊബൈല്, വീട്, കാറ് ഇതൊന്നും വേണ്ട എന്നല്ല. മറിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലും മറ്റുള്ളവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടാവുന്ന സമയത്തൊക്കെയാണ്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അനാവശ്യമായ സാമ്പത്തിക ഭാരം നമ്മൾ സ്വയം അടിച്ചേൽപ്പിക്കാൻ, അനാവശ്യമായ സ്ട്രെസ് എടുക്കാൻ. കാര്യങ്ങൾ ഈ രീതിയിലായാൽ നമ്മുടെ വെൽത്തിനോട് മാത്രമല്ല ലൈഫിനോട് തന്നെ പറക്ക ടാറ്റ ബൈ ബൈ പറയും. ജീവിക്കാൻ ചെലവില്ല, പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് ചെലവ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ചെലവില്ല, സന്തോഷിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചെലവ്. ജനങ്ങളൊക്കെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഞാനും അതേപോലെ ചെയ്യുന്നു, അവര് തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനും അത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ക്രൗഡിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നത്. വേസ്റ്റ് ആകുന്ന രീതിയിൽ പണം ചെലവാക്കരുത് എന്ന താക്കീത് ഖുർആനിലൂടെ അള്ളാഹ് നൽകുന്നുണ്ട്. മെജോറിറ്റി ക്രൗഡിനെ ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മളെ സൃഷ്ടാവിൽ നിന്നും വഴിതെറ്റിക്കും എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ പണം ചെലവാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, മറ്റുള്ളവരെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഇത് നമ്മളെ സാമ്പത്തികപരമായ അച്ചടക്കമില്ലായ്മയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നതാണോ? മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിക് എത്തിക്സിന് വിരുദ്ധമായിട്ടാണോ ഞാൻ ഈ ചെയ്യുന്നത്? ഇതിൽ ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇമോഷണലി ട്രിഗേർഡായി മാത്രം എടുക്കാതെ ഹിക്മ, ഇന്റലിജൻസ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. That's all for now. This is Salim signing off. Barakah in your wealth, peace in your hearts.